നോട്ട് നിരോധനം ഇന്ത്യയെ വലിയ ദുരന്തത്തിലേക്കാണ് നയിച്ചതെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും പ്രതിപക്ഷ നേതാക്കളും പലതവണ വിളിച്ചു പറഞ്ഞിട്ടും അതൊന്നും അംഗീകരിക്കുവാൻ മോദി സർക്കാർ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, അങ്ങനെ പറയുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുകയാണ് മോദി ഭക്തരുടെ സ്ഥിരം പരിപാടി. ഇപ്പോൾ എല്ലാ ഭരണകൂട സ്തുതിപാഠകരുടെയും വായടപ്പിച്ചുകൊണ്ട് സർക്കാർ ഏജൻസിയുടെ തന്നെ ആധികാരികമായ പഠന റിപ്പോർട്ട് പുറത്തായിരിക്കുകയാണ്. 2017-18 വർഷത്തിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞ 45 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിലയിലായതായാണ് സർക്കാർ സ്ഥാപനമായ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് തൊഴിൽ സംബന്ധിച്ച് പുറത്തിറക്കിയ പീരിയോഡിക് ലേബർ സർവേ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പ്രമുഖ വാണിജ്യ മാധ്യമമായ ബിസിനസ് സ്റ്റാൻഡേർഡാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനും മലയാളിയുമായ PC മോഹനൻ, കമ്മീഷൻ അംഗം JV മീനാക്ഷി എന്നിവർ കഴിഞ്ഞ ദിവസം തൽസ്ഥാനം രാജിവെച്ചിരുന്നു. കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ച് എന്നായിരുന്നു ആദ്യം വന്ന വാർത്ത. പിന്നീടാണ് മേൽപ്പറഞ്ഞ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ കേന്ദ്രം വിസമ്മതിച്ചതാണ് കാരണമെന്ന് വാർത്തകൾ വന്നത്. അതിന് തൊട്ടു പിന്നാലെ വിവാദ റിപ്പോർട്ടിലെ ഉള്ളടക്കവും പുറത്താവുകയും ചെയ്തു. 2016 നവംബറിലെ നോട്ട് നിരോധന നടപടിക്ക് ശേഷം ഒരു സർക്കാർ ഏജൻസി നടത്തുന്ന ഏറ്റവും സമഗ്രമായ തൊഴിൽ സർവേയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. 2011-12 2.2% തൊഴിലില്ലായ്മ നിരക്ക്. 2017-18 അത് 6.1%. 7.8% എന്ന തോതിൽ നഗരമേഖലയിലാണ് തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ. 5.3% ഗ്രാമീണ മേഖലയിലുള്ളത്. 3 വർഷങ്ങളെ അപേക്ഷിച്ച് തൊഴിൽ പങ്കാളിത്തവും ഗണ്യമായി ചുരുങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നോട്ട് നിരോധനം ഇന്ത്യയെ തകിടം മറിച്ചു എന്നാണ് ഇത് കാണിക്കുന്നത്. നോട്ട് നിരോധനവും GSTയും ഉൾപ്പെടെ നരേന്ദ്രമോദിയുടെ വൻ പദ്ധതികൾ ഭീമമായ കുരുക്കിലേക്കാണ് രാജ്യത്തെ നയിച്ചത്. പ്രതിപക്ഷ നിരകളിൽ നിന്ന് തന്നെ ശബ്ദം ഉയരുന്ന നേരത്താണ് സർക്കാരിന്റെ തന്നെ ആധികാരിക കണക്ക് പുറത്തു വരുന്നത്. 1 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നവകാശപ്പെട്ടുകൊണ്ടാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും BJPയും ജയിച്ചു കയറിയത്. എന്നാൽ പുതിയ തൊഴിൽ നൽകിയില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ നല്ലൊരു ശതമാനം ജനതയെ തൊഴിലില്ലായ്മയിലേക്ക് തള്ളിവിടുന്ന നടപടികളാണ് മോദി സർക്കാർ കൈക്കൊണ്ടതെന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായി ഇതിനെ വോട്ടർമാർ കാണും. അതേസമയം കള്ളപ്പണത്തിനെതിരായ പോരാട്ടത്തിൽ സർക്കാർ സ്വീകരിച്ച ഏറ്റവും വലിയ നടപടിയാണ് നോട്ട് നിരോധനത്തെ രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം എടുത്തുകാട്ടിയത്. സർക്കാർ പ്രചരണം ആവർത്തിക്കുകയായിരുന്നു അദ്ദേഹവും. കണക്കിൽപ്പെടാത്ത പണം തിരിച്ചുപിടിക്കാൻ നോട്ട് നിരോധനം വഴി കഴിഞ്ഞതായാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. കള്ളപ്പണവും അഴിമതിയും വലിയൊരളവോളം തടയാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറയുന്നു. സർക്കാരിന്റെ ഇത്തരം അവകാശവാദങ്ങളെ മുഴുവൻ പൊളിക്കുന്ന കണക്കുകളാണ് റിപ്പോർട്ടുകളിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഇത് പുറത്തിറക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമിക്കുന്നതും. ലഭിച്ച ഡേറ്റകൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അധികം വൈകാതെ റിപ്പോർട്ട് പുറത്തുവിടും എന്നാണ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ കേന്ദ്രം പറയുന്നത്. കേന്ദ്ര ബജറ്റ് അവതരണം നടക്കുന്നതിന് തൊട്ടു മുൻപ് റിപ്പോർട്ട് ചോർന്നത് കേന്ദ്ര സർക്കാരിന് വലിയ ആഘാതമായിട്ടുണ്ട്. ബജറ്റിൽ ഉൾപ്പെടെ പഴയ അവകാശവാദങ്ങൾ നിരത്തിയാകും അവതരിപ്പിക്കുക. ഗ്രാമീണ മേഖലയേക്കാൾ നഗരങ്ങളിലാണ് തൊഴിലില്ലായ്മ രൂക്ഷമാണെന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത്. അതുണ്ടാക്കുന്ന വൈരുദ്ധ്യങ്ങൾ ബജറ്റ് ചർച്ചയിലും തുടർന്ന് BJPയിലും വിനയായി വരും. എന്തായാലും അരനൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ എന്ന ദുഷ്കീർത്തിയുമായാണ് നരേന്ദ്രമോദി സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നു നീങ്ങുന്നത്. അതിന് വോട്ടർമാർക്ക് മുൻപിൽ വ്യക്തമായ കണക്ക് പറയേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.